വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള ബികോം ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് മാനേജറിയൽ എക്കണോമിക്സ്. യൂണിവേഴ്സിറ്റി 20 വർഷം മുമ്പ് മുതൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തിട്ട് കളക്ട് ചെയ്ത് അതിൽ നിന്ന് അനാലിസിസ് ചെയ്തിട്ട് എല്ലാ ക്വസ്റ്റ്യനും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാനൊരു വീഡിയോസ് ഇട്ടത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കൂടുതൽ കാരണം ഞാൻ ആദ്യത്തെ 10 കൊല്ലത്തെ 2001 മുതലുള്ള 10 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 2 മാർക്സിന് മാത്രം ഒരു വീഡിയോയിൽ, ദെൻ അടുത്ത 10 കൊല്ലത്തിനുള്ളത് നെക്സ്റ്റ് വീഡിയോസിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് 2 മാർക്സിൻ്റെ ബേസിൽ വന്ന് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. കാരണം നിങ്ങൾക്ക് ഈ പ്രാവശ്യം നിങ്ങൾ എഴുതുന്ന സ്റ്റുഡൻസിനപ്പോൾ എങ്ങനെയാണ് സീലിംഗ് വെച്ചിട്ടാണ് എക്സാം എഴുതുന്നത്. അതായത് 15 ക്വസ്റ്റ്യൻ തരും, 15 ക്വസ്റ്റ്യൻ തന്നിരിക്കും. അതിൽ നമ്മൾ എല്ലാം തന്നെ എഴുതണം. പക്ഷേ എഴുതിയാലും അതിൽ മാർക്ക് എത്രയേ കിട്ടുള്ളൂ, 2 മാർക്സ് ആണ്. ശരിക്കും എങ്ങനെ കിട്ടേണ്ടത്, 15 × 2 30 മാർക്ക് കിട്ടണം. പക്ഷേ സീലിംഗ് ആയതുകൊണ്ട് നിങ്ങളത് എഴുതിയാലും എത്ര മാർക്ക് കിട്ടത്തുള്ളൂ, 25 മാർക്സേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2 മാർക്സ് എന്ന് പറയുന്നത് അത്രത്തോളം വാല്യൂ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് 2 മാർക്സ് മൊത്തം നമുക്ക് സ്കോർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം, ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നേരെ നോക്കാം. 2001ത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വാട്ട് ഡു യു മീൻ ബൈ കൺസ്യൂമർ സർപ്ലസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് കൺസ്യൂമർ സർപ്ലസ് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഡു യു മീൻ ബൈ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നാണ് ചോദിച്ചത്. അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നിങ്ങൾക്കത് വരുമ്പോൾ അറിയാൻ പറ്റും, റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. ദെൻ സ്റ്റേറ്റ് കണ്ടീഷൻ ഫോർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇൻ മൊണോപോളി. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇൻ മോണോപോളിയുടെ കേസുകളിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ള ലെവലിൽ ഉണ്ടാവുക, ഏത് കണ്ടീഷൻസ് എന്താണെന്ന്. മൊണോപോളി, ഒലിഗോപോളി എന്നൊക്കെ ഇല്ല, ടൈപ്സ് ഇല്ല മാർക്കറ്റിന്, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇനി നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ അതറിയാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നന്നായിട്ട് അത് നോക്കുക. ദെൻ ഡിഫൈൻ ഫിക്സ്ഡ് കോസ്റ്റ്, ദെൻ ഡിഫൈൻ ആവറേജ് കോസ്റ്റ്. ഇപ്പോൾ എന്താ ഫിക്സ്ഡ് കോസ്റ്റ് ഒന്നും കണ്ടിട്ടില്ല. അത് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പോൾ ഉള്ള റീസൺ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും ഞാൻ ഫിക്സ്ഡ് കോസ്റ്റ് കണ്ടിട്ടില്ല. എന്നാലും ആ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ഫിക്സ്ഡ് കോസ്റ്റ് എന്താണെന്ന്. ദെൻ ഡിഫൈൻ ആവറേജ് കോസ്റ്റ്, ദെൻ ഡിഫൈൻ ഐസോക്വൻ്റ്. അത് എല്ലാ കൊല്ലം എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റി എക്കണോമിക്സ് നമുക്ക് തുടങ്ങിയ അപ്പം മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നോക്കിയാലും അതിലത്തെ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഐസോക്വൻ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ സ്റ്റേറ്റ് ദ റീസൺ ഫോർ കൺവെൻസിറ്റി ഓഫ് ഐസോക്വൻ്റ്. കണ്ട ഐസോക്വൻ്റിലത്തെ നിന്ന് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നന്നായി നോക്കാം. Then what is the level of marginal profit when total profit is maximum? What is the level of marginal profit when total profit is maximum? ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ. ദെൻ സ്റ്റേറ്റ് ദ റിവാർഡ് ഫോർ ക്യാപിറ്റൽ. ഇത് റിപ്പീറ്റേഷനാണ്, ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് കണ്ടിട്ടുണ്ട് ഞാൻ. സ്റ്റേറ്റ് ദ റിവാർഡ് ഫോർ ക്യാപിറ്റൽ. ദെൻ ഡിഫൈൻ നോമിനൽ വേജ്. അത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എങ്കിലും ചോദിച്ച ക്വസ്റ്റ്യനാണ് നോമിനൽ വേജ്. ദെൻ ഡിഫൈൻ എക്സ്പ്ലോട്ടേഷൻ ഓഫ് ലേബർ. ഡിഫൈൻ എക്സ്പ്ലോട്ടേഷൻ ഓഫ് ലേബർ. ദെൻ വാട്ട് ഡു യു മീൻ ബൈ ഏതാ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. എന്താണ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് 2001 ചോദിച്ച ചോദ്യങ്ങൾ 2 മാർക്സിൻ്റെ ബേസിൽ. ക്ലിയർ? ഇനി നമുക്ക് 2002 ചോദിച്ച ചോദ്യം നമുക്ക് നോക്കാം. 2 മാർക്സ് ആണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എത്രയാ 1 മാർക്കിനാണ് ചോദിക്കാറ്, പക്ഷേ ഇപ്പോൾ നമുക്ക് ചോദിക്കുന്നത് 2 മാർക്സിനാണ്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, ഡിഫൈൻ മാനേജറിയൽ എക്കണോമിക്സ്. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഡിഫൈൻ ചെയ്യുക, മാനേജറിയൽ എക്കണോമിക്സ് എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുക 2 മാർക്സിന്. പിന്നെ അത് നമുക്കറിയാം ഷുവർ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് അല്ലേ. പിന്നെ വാട്ട് ഡു യു മീൻ ബൈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. വാട്ട് ഡു യു മീൻ ബൈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, 2 മാർക്സിൻ്റെ എക്സ്പ്ലനേഷൻ. ദെൻ എക്സ്പ്ലെയിൻ വെബ്ലർ എഫക്റ്റ്. എന്താണ് വെബ്ലർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 6 സെൻറ്റൻസെങ്കിലും എഴുതി വെക്കണം. 4 സെൻറ്റൻസ് എഴുതാം, ഓരോ സെൻറ്റൻസ് ആയിട്ട് എഴുതാം. പക്ഷേ എങ്കിലും മാർക്ക് കൂടുതലാണെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, 6 സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ അതായത് മീനിങ് ആ പറഞ്ഞത് എന്താണ് അത് ഫുൾ എക്സ്പ്ലനേഷൻ ചെയ്ത് എഴുതിയിരിക്കണം. ഓക്കെ, എന്നാലേ നമുക്ക് ആ പറയുന്ന 2 മാർക്സും കിട്ടുകയുള്ളൂ. അല്ലാതെ കുറച്ച് മാത്രം ഏതെങ്കിലും ഒരു ത്രെഡ് മാത്രം എഴുതി കഴിഞ്ഞാൽ 1 മാർക്കേ കിട്ടുകയുള്ളൂ കേട്ടോ, ഫുൾ മാർക്ക് കിട്ടില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക. ദെൻ വാട്ട് ഈസ് ക്രോസ് ഡിമാൻഡ്. എന്താണ് ക്രോസ് ഡിമാൻഡ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡിഫൈൻ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ദെൻ ഡിഫൈൻ ഐസോക്വൻ്റ്. ദെൻ വാട്ട് ഈസ് പ്രൈസ് ലീഡർഷിപ്പ് ചോദിച്ചിട്ടുള്ള റിപ്പീറ്റേഷനാണ്. അതിൽ ഡിഫൈൻ ഐസോക്വൻ്റിൻ്റെയും റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യനാണ്. ദെൻ വാട്ട് ഈസ് ഡ്യുവൽ പ്രൈസിങ്. എന്താ ഡ്യുവൽ പ്രൈസിങ്. ദെൻ അടുത്ത വാട്ട് ഈസ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ദെൻ വാട്ട് ഈസ് സങ്ക് കോസ്റ്റ്, ഇമ്പോർട്ടൻറ്റ്. ദെൻ ഡിഫൈൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. ദെൻ വാട്ട് യു മീൻ ബൈ GNP. ഓക്കെ,
ഇത്രയും ക്വസ്റ്റ്യൻ ആണ് 2 മാർക്സിന് 2002 ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്നതൊക്കെ സ്ട്രെസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, 2003 ക്വസ്റ്റ്യൻ പേപ്പർ 2 മാർക്സിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ മാർജിനൽ കോസ്റ്റ്, എന്താണ് മാർജിനൽ കോസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ സെക്കൻഡ്, വാട്ട് യു മീൻ ബൈ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ദെൻ തേർഡ് വൺ, വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ കൺസ്യൂമർ ഇക്വിലിബ്രിയം. ഓക്കെ, അത് മൂന്നാമത്തെ ചോദിച്ചിട്ടുണ്ട്. നാലാമത്തെ, വാട്ട് യു മീൻ ബൈ ആവറേജ് വേരിയബിൾ കോസ്റ്റ്, എന്താണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഫിഫ്ത്ത് വൺ, സ്റ്റേറ്റ് ദ കണ്ടീഷൻ ഫോർ കൺവെക്സിറ്റി ഓഫ് ഐസോക്വൻറ്റ്. ഐസോക്വൻറ്റിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു കണ്ടീഷൻസ് പറയുമല്ലോ, ഓരോന്നിനെ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന്, ആ ഒരു കണ്ടീഷൻസ് എഴുതുക. ഐസോക്വൻറ്റിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻ ആട്ടോ, അപ്പോൾ അത് നോക്കണേ. ദെൻ ഡിഫൈൻ മൊണോപ്പൊളി നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയതുണ്ടായിരുന്നതിൽ ഒലിഗോപ്പൊളി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ടൈപ്സുകൾ കുറേ എല്ലാത്തിൻ്റെയും നോക്കണമെന്ന് പറഞ്ഞില്ല, കണ്ടോ, അതാണ് പറയുന്നത്. ഇവിടെ ഡിഫൈൻ മൊണോപ്പൊളിയും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ചോദിച്ചിരിക്കുന്ന സെവൻത്ത് വൺ, സ്റ്റേറ്റ് ദ കണ്ടീഷൻ ഇൻ വിച്ച് ടോട്ടൽ റവന്യൂ ഈസ് മാക്സിമം. സ്റ്റേറ്റ് ദ കണ്ടീഷൻ ഇൻ വിച്ച് ടോട്ടൽ റവന്യൂ ഈസ് മാക്സിമം. ഏതാണ് ടോട്ടൽ റവന്യൂ മാക്സിമം ആകുമ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ എയ്ത്ത് വൺ, വെൻ ദ മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് ഈസ് സീറോ, ദെൻ വാട്ട് ദ ലെവൽ ഓഫ് ടോട്ടൽ റവന്യൂ പ്രൊഡക്റ്റ്. അതായത് മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് സീറോ ആവുന്ന സമയത്ത് ടോട്ടൽ റവന്യൂ പ്രൊഡക്റ്റിൻ്റെ എങ്ങനെയാണ്, അതിൻ്റെ ലെവൽ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ സ്റ്റേറ്റ് ദ റിവാർഡ് ഫോർ ലാൻഡ്. ദെൻ നെക്സ്റ്റ് ഡിഫൈൻ ഇൻട്രസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ 11th വൺ, സ്റ്റേറ്റ് ദ 3 മെത്തേഡ്സ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 3 മെത്തേഡ്സ് ഏതൊക്കെയാണ്, അതിനകത്ത് ഫോർമുലാസും കൂടി നിങ്ങൾ എഴുതിക്കോളൂ. ദെൻ 12th വൺ, വാട്ട് യു മീൻ ബൈ പെർ ക്യാപിറ്റ ഇൻകം, എന്താണ് പെർ ക്യാപിറ്റ ഇൻകം എന്നുള്ളത്. അപ്പോൾ അത് നാഷണൽ ഇൻകം ആ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഇതിൽ പോർഷനിൽ നിന്ന് നാഷണൽ ഇൻകം വന്നിട്ടുണ്ട്, പെർ ക്യാപിറ്റ ഇൻകം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇപ്പോൾ ഇത്രയുമാണ് ഈ 2003 ചോദിച്ച ചോദ്യം. ക്ലിയർ. നെക്സ്റ്റ് ഇയറിലത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് 2 മാർക്സ്. വാട്ട് ഈസ് ഡിസ്പോസിബിൾ ഇൻകം, എന്താണ് ഡിസ്പോസിബിൾ ഇൻകം എന്ന്. ദെൻ വാട്ട് ഈസ് മാക്രോ എക്കണോമിക്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതേപോലെ ഇപ്പോൾ മാക്രോ ചോദിച്ചിരിക്കുന്നപ്പോൾ നമ്മൾ എന്തും കൂടി പഠിക്കണം, മൈക്രോയും കൂടി പഠിക്കണം. ദെൻ ഡിഫൈൻ ട്രേസബിൾ കോസ്റ്റ്. ദെൻ ഡിഫൈൻ ഒലിഗോപോളി. അപ്പോൾ ഡിഫൈൻ ഒലിഗോപോളി എന്ന് മാത്രം ചോദിച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ ഇത് എഴുതാൻ, പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ ഒലിഗോപോളിയും പഠിക്കണം. അതേപോലെ തന്നെ അതിൻ്റെ ടൈപ്സുകൾ കുറേ പറയുന്നുണ്ടായിരുന്നല്ലോ, ആ മാർക്കറ്റിൻ്റെ ഏതൊക്കെ മാർക്കറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണോ അതെല്ലാം കൂടി പഠിക്കുക. ചിലപ്പോൾ ഈ പ്രാവശ്യം ഒലിഗോപോളി ചോദിച്ചാൽ അടുത്ത പ്രാവശ്യം മോണോപോളി ആയിരിക്കും, വേറെ ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ എല്ലാ ടൈപ്സും പഠിച്ചിരിക്കണം. ദെൻ 5th വൺ, വാട്ട് ഈസ് വിൻഡ്ഫാൾ പ്രോഫിറ്റ്, എന്താണ് വിൻഡ്ഫാൾ പ്രോഫിറ്റ് എന്നുള്ളത് നോക്കുക. ദെൻ വാട്ട് ആർ കൺസ്യൂമർ ഗുഡ്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്നുള്ളത് കൺസ്യൂമർ ഗുഡ്സിന് പറഞ്ഞ് എഴുതുക. ദെൻ 7th വൺ, വാട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ദെൻ 8th വൺ, വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്. ദെൻ 9th വൺ, വാട്ട് ഈസ് ബിസിനസ് സൈക്കിൾ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡിഫൈൻ ഷോർട്ട് റൺ കോസ്റ്റ്. ദെൻ 11th വൺ, വാട്ട് ഈസ് ഡിറൈവ്ഡ് ഡിമാൻഡ്. ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഓഫ് മാക്രോ ആൻഡ് മൈക്രോ മാർജിനൽ എക്കണോമീസ് ബിലോങ് ടു വിച്ച് കാറ്റഗറി ആൻഡ് വൈ. അതായത് ഓഫ് മാക്രോയും മൈക്രോയും മാനേജർ എക്കണോമിക്സിൽ ഏത് കാറ്റഗറീസിലാണ് വരുന്നത്, അത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഈ വർഷത്തെ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഡിഫൈൻ ഷോർട്ട് റൺ കോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് ഒക്കെ ഇല്ല, അതൊക്കെ നന്നായിട്ട് നോക്കണം. നെക്സ്റ്റ് ഇയറിലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 2 മാർക്സ്. വാട്ട് യു മീൻ ബൈ മാർജിനൽ കോസ്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എഴുതുക. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുകയും വേണം. ദെൻ ഡിഫൈൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ദെൻ സ്റ്റേറ്റ് ദ കണ്ടീഷൻ ഫോർ മാർക്കറ്റ് ഇക്വിലിബ്രിയം. ദെൻ 4th വൺ, വാട്ട് യു മീൻ ബൈ ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ദെൻ 5th വൺ, സ്റ്റേറ്റ് ദ കണ്ടീഷൻ ഫോർ കൺവെക്സിറ്റി ഓഫ് ഐസോക്വൻറ്റ്. ഡിഫൈൻ മൊണോപോളി. ദെൻ 7th വൺ, സ്റ്റേറ്റ് ദ കണ്ടീഷൻ ഇൻ വിച്ച് ടോട്ടൽ കോസ്റ്റ് ഈസ് മാക്സിമം. ഏതൊക്കെ കണ്ടീഷൻസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 8th one, when the marginal revenue product is zero, then what is the level of total revenue product? Marginal revenue product 0 ആണെങ്കിൽ ടോട്ടൽ റവന്യൂ പ്രൊഡക്റ്റിൻ്റെ ലെവൽ എങ്ങനെയാണ്, അതിൻ്റെ ടോട്ടൽ റവന്യൂ പ്രൊഡക്റ്റ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ 9th one, സ്റ്റേറ്റ് ദ റിവാർഡ് ഫോർ ക്യാപിറ്റൽ. ദെൻ 10th, ഡിഫൈൻ ഇൻട്രസ്റ്റ്. 11th one, ഡിഫൈൻ പബ്ലിക് എൻ്റർപ്രൈസസ്. 12th one, ഡിഫൈൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇത്രയുമാണ് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഇയറിലത്തെ ഡിഫൈൻ മാനേജറിയൽ എക്കണോമിക്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. ദെൻ വാട്ട് യു മീൻ ബൈ യൂട്ടിലിറ്റി. സ്റ്റേറ്റ് ദ മാനേജറിയൽ പർപ്പസസ് ഓഫ് ഡിമാൻഡ് അനാലിസിസ്. ദെൻ വാട്ട് ഈസ് നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി.
Then what is demand schedule? Then what is aggressive price leadership? Then seventh one, what is markup pricing? Then define monopolistic competition. Then ninth one, how will you find out economic profit? Then what do you mean by national income? ചോദിച്ചിട്ടുണ്ട് കേട്ടോ, റിപ്പീറ്റഡ് ആണ് നാഷണൽ ഇൻകം എന്താന്ന്. Then what is marginal cost? Then next, what is unit elasticity of demand? ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഈ വർഷത്തിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ദെൻ നെക്സ്റ്റ് ഇയറിലത്തെ ഡിഫൈൻ മാനേജീരിയൽ എക്കണോമിക്സ്. മാനേജീരിയൽ എക്കണോമിക്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. റിപ്പീറ്റഡ് അല്ല ഇതൊക്കെ. ദെൻ വാട്ട് യു മീൻ ബൈ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, NNP. ചിലപ്പോൾ ഡയറക്റ്റായിട്ട് NNP മാത്രമേ തരുള്ളൂ. അപ്പോൾ നമ്മളതിൻ്റെ ഫുൾ ഫോം എഴുതുക, അത് എന്താണെന്നും കൂടി എഴുതുക. ദെൻ ഡിഫൈൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ദെൻ വാട്ട് ഈസ് യൂട്ടിലിറ്റി, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ വാട്ട് ഈസ് ഡിമാൻഡ് ഷെഡ്യൂൾ, റിപ്പീറ്റഡ്. ദെൻ വാട്ട് ഈസ് കൺസ്യൂമർ സർപ്ലസ്. Then what is the equ-marginal principle of managerial economics? Then state the law of diminishing return. Then define demand forecasting. Then 10th one, what is operating decision? Then what is historical cost? State any two statistical method of demand forecasting. ഇത്രയുമാണ് വേറൊരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 2 മാർക്സ്. ഇതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന 1, 2, അതായത് മാനേജറിയൽ എക്കണോമിക്സ് ചോദിച്ചിട്ടുണ്ട്, യൂട്ടിലിറ്റി ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഇത് ഡിമാൻഡ് ഷെഡ്യൂൾ ചോദിച്ചിട്ടുണ്ടായിരുന്നോ, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്നല്ലേ. അപ്പോൾ എന്നാലും നമുക്ക് ആ റിപ്പീറ്റേഷൻസ് വരുമ്പോൾ തന്നെ ഇപ്പോൾ അറിയുന്നുണ്ടല്ലേ ഏതിനൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന്. ഓക്കെ, അതിനാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് 2 മാർക്സ് മാത്രമായിട്ടൊരു വീഡിയോ ഉൾപ്പെടുത്താനുള്ള കാരണം. ഇതെല്ലാം കൂടി 2 മാർക്സും 4 മാർക്സ് ആകുമ്പോൾ നിങ്ങൾക്ക് പേജ് മറിച്ച് ഓരോന്ന് നോക്കും. അങ്ങനെ ചെയ്യുന്നതല്ല, പഠിക്കുമ്പോൾ ആ ഒരു ഫ്ലോയിൽ ഇങ്ങോട്ട് പഠിച്ചിട്ട് പോകാനാണ്. അപ്പോൾ നമുക്ക് പഠിക്കുമ്പോൾ അറിയാമല്ലോ ഇത് ഇന്ന മാർക്കിന് വരും, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടിക്കറ്റൊക്കെ വെക്കുക. പിന്നീട് നമുക്കത് എന്ത് ചെയ്യും, പഠിക്കുന്ന സമയത്ത് റിവിഷൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു രീതിയിൽ 2 മാർക്സ് ചോദിച്ച ചോദ്യങ്ങൾ 2 മാർക്സ് നല്ല രീതിയിൽ പഠിച്ച് വെക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു 2 മാർക്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് അവിടെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും, 25 മാർക്സ് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇയറിൽ 2 മാർക്സിൽ ആ സമയത്ത് 1 മാർക്കാണ് ഓരോന്നിനും. പക്ഷേ എങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ബേസിൽ പോകുന്ന സമയത്ത് 2 മാർക്സ് ആയിട്ടല്ലേ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ 2 മാർക്സ് എന്ന് പറയുന്നത്. ആ സമയത്ത് 1 മാർക്കായിരുന്നു ഓരോ ക്വസ്റ്റ്യനും. അതായത് ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എക്കണോമിക്സ്, എന്താണ് എക്കണോമിക്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് ഡിമാൻഡ് കർവ്. അതേപോലെ തന്നെ തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മെൻഷൻ ദ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ബിസിനസ് സൈക്കിൾ റിപ്പീറ്റഡ് ആയിട്ട് ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം നിങ്ങൾക്ക്. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ മെൻഷൻ ദ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ബിസിനസ് സൈക്കിൾ. ദെൻ വാട്ട് ഈസ് ഡിസിഷൻ മേക്കിംഗ്, റിപ്പീറ്റഡ് അല്ല, നമ്മൾ കുറച്ച് മുമ്പ് നോക്കിയത് ഡിസിഷൻ മേക്കിംഗ് ഉണ്ടായിരുന്നു. ദെൻ സ്റ്റേറ്റ് ദ ലോസ് ഡു പ്രൊഡക്ഷൻ. ദെൻ വാട്ട് ഈസ് പ്രൈസ് തിയറി. Then 7th one, what is average revenue. 8th one, define supply. Then 9th one, what is factor income, methods of measuring national income. ഏതൊക്കെ ഇത് നാഷണൽ ഇൻകംത്തിന് നമ്മൾ നേരത്തെ ചോദിച്ചത് എന്തായിരുന്നു, നാഷണൽ ഇൻകം എങ്ങനെയാണെന്നുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനിയിപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് മെത്തേഡ്സ് ഓഫ് മെഷറിങ്, നാഷണൽ ഇൻകം കണ്ടുപിടിക്കാനുള്ള മെഷറിങ് ചെയ്യുന്ന അളക്കുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ളതിന് മെത്തേഡ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം എന്തായാലും. ദെൻ 10th one, വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ദെൻ വാട്ട് ഈസ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ്. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഈസ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ്. ദെൻ 12th one, സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ ഞാൻ കണ്ടിട്ടില്ല, ചിലപ്പോൾ അത് എൻ്റെ കണ്ണിൽ പെടാതെ പോയതായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ നോക്കിയതിൽ ഈ പറഞ്ഞ റിപ്പീറ്റേഷൻ കണ്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, എന്നാലും നമുക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇയറിൽ ഡിഫൈൻ മാർജിനൽ യൂട്ടിലിറ്റി. ദെൻ വാട്ട് യു മീൻ ബൈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, റിപ്പീറ്റഡാ. ദെൻ വാട്ട് ഈസ് മീൻ ബൈ കൺസ്യൂമർ സർപ്ലസ്. ദെൻ 4th one, ഡിഫൈൻ എക്കണോമിക്സ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എക്കണോമിക്സ് എന്തായാലും അത് പഠിക്കണമല്ലോ, നമ്മൾ സബ്ജക്റ്റ് എക്കണോമിക്സ് ആണ്, അപ്പോൾ അതൊന്നും പഠിക്കാതിരിക്കാൻ പറ്റില്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ 5th one, ഡിഫൈൻ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്, റിപ്പീറ്റഡ്, അതായത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ 6th one, വാട്ട് ഈസ് മീൻ ബൈ സങ്ക് കോസ്റ്റ്, എന്താണ് സങ്ക് കോസ്റ്റ് എന്നുള്ളത്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ദെൻ എക്സ്പ്ലെയിൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, റിപ്പീറ്റഡാ. ദെൻ ഡിഫൈൻ ഒലിഗോപോളി, നമ്മൾ നേരത്തെ നോക്കിയതിൽ ഒലിഗോപോളിയുടെ മോണോപോളിയുടെ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇതേപോലെ തന്നെ ഇനി ഒലിഗോപോളിയുടെ റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ ടൈപ്സ് ആയിട്ടുള്ള മോണോപോളിയുടെ കാര്യങ്ങൾ വരും. ഓക്കെ, അപ്പോൾ അതൊക്കെ 2 മാർക്സിൻ്റെ മാർക്കറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിൽ അതെല്ലാം നമ്മൾ നോക്കിയിരിക്കണേ. ദെൻ എക്സ്പ്ലെയിൻ കോസ്റ്റ് പ്ലസ് പ്രൈസിങ്,
9th വൺ എക്സ്പ്ലെയിൻ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് ചോദിച്ചിട്ടുണ്ട്. കണ്ടു. ഇപ്പോൾ 10th വൺ നോക്കൂ, ഡിഫൈൻ നാഷണൽ ഇൻകം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതല്ലേ, നാഷണൽ ഇൻകം എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യുന്നത് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഡിഫൈൻ നാഷണൽ ഇൻകം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കണം. ദെൻ 11th വൺ എക്സ്പ്ലെയിൻ ജോയിൻറ്റ് കോസ്റ്റ്. നമ്മൾ നേരത്തെ നിൽക്കുന്നത് സങ്ക് കോസ്റ്റ് ആയിരുന്നു ചോദിച്ചത്. സങ്ക് കോസ്റ്റ് ഇതിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അതാണ് 6th ക്വസ്റ്റ്യൻ കണ്ടോ, വാട്ട് യു മീൻ ബൈ സങ്ക് കോസ്റ്റ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റിലും കൂടി പഠിക്കണം എന്നാണ് അർത്ഥം. എക്സ്പ്ലെയിൻ ജോയിൻറ്റ് കോസ്റ്റ്. ദെൻ 12th വൺ വാട്ട് ഈസ് മീൻ ബൈ പെനിട്രേഷൻ പ്രൈസിങ്. എന്താണ് പെനിട്രേഷൻ പ്രൈസിങ് എന്ന്. പെനിട്രേഷൻ പ്രൈസിങ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്തും കൂടി പഠിക്കേണ്ടി വരും എന്ന് പറയാം. അതിൻ്റെ വേറൊരു ടൈപ്പിൽ സ്കിമ്മിങ് പ്രൈസൊക്കെ അതൊക്കെ നന്നായിട്ട് നോക്കണം. അപ്പോൾ ഇത് ഇത്രയുമാണ് 2 മാർക്സിന് ചോദിച്ചിരിക്കുന്നത്. മുമ്പ് അത് 1 മാർക്സ് ആയിരുന്നു. ദെൻ അതേപോലെ തന്നെ നേരത്തെ 1 മാർക്കും പിന്നീട് അതിന് വന്നിട്ട് വെയിറ്റേജ് പറഞ്ഞിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മാർക്ക്. പിന്നീട് അത് 2 മാർക്സിലേക്ക് മാറിയതാണ്. എന്തായാലും നമ്മൾ പഠിക്കുമ്പോൾ അത് 2 മാർക്സിൻ്റെ ബേസിൽ തന്നെ ഇരുന്ന് പഠിക്കണം. ഓക്കെ, ഇത് 2010-ത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവരുടെ പാറ്റേൺ എന്ന് പറയുന്നത് വെയിറ്റേജിലായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം 1 മാർക്ക്, അതായത് 1 വെയിറ്റേജിൻ്റെ ബേസിലായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതണം. 2 മാർക്സിൻ്റെ ബേസിൽ എഴുതിയാൽ അവിടെ 1 വെയിറ്റേജ് കിട്ടുള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ വെയിറ്റേജിൻ്റെ എല്ലാം നമുക്ക് ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ യൂണിവേഴ്സിറ്റി എത്രയാണ്, 2 മാർക്സിൻ്റെ ബേസിലാണ്, മാർക്സിൻ്റെ ബേസിലാണ്. വെയിറ്റേജ് അല്ല, മാർക്സ് ആണ് അല്ലേ. ടോട്ടൽ 80 മാർക്സിനാണ് ഇടുന്നത്. 20 മാർക്സ് ഏതിനാ, ഇൻറ്റേർണലും എന്നിട്ടുണ്ട്. ടോട്ടൽ ഏതാ വരിക, 100 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വരുന്ന 1 വെയിറ്റേജ് മുമ്പുണ്ടായിരുന്ന 1 വെയിറ്റേജ് ഒക്കെ ഇപ്പോൾ ചോദിക്കുന്നത് 2 മാർക്സിൻ്റെ ബേസിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 മാർക്സിന് നോക്കാം ഏതൊക്കെയാണ്. വാട്ട് യു മീൻ ബൈ എക്സ്റ്റേണൽ എക്കണോമൈസ്. ഒക്കെ എക്കണോമൈസ് എന്ന് പറഞ്ഞാൽ, എക്സ്റ്റേണൽ എക്കണോമൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് മീൻ ബൈ ഡിസിഷൻ മേക്കിംഗ്. എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്ന്. ദെൻ ഡിഫൈൻ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഡിഫൈൻ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ദെൻ നെക്സ്റ്റ് വാട്ട് യു മീൻ ബൈ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ്. ദെൻ വാട്ട് ഈസ് മീൻ ബൈ ഇൻക്രിമെൻ്റൽ റവന്യൂ. എന്താണ് ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് യു മീൻ ബൈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ദെൻ ഡിഫൈൻ മൊണോപ്പൊളി. നമ്മൾ പറഞ്ഞില്ലേ മൊണോപ്പൊളി ഒലിഗോപ്പൊളി ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ അതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആട്ടോ, കാരണം അതിൻ്റെ ടൈപ്സ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് വാട്ട് ഈസ് മീൻ ബൈ നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഡിഫൈൻ പെനിട്രേറ്റിംഗ് പ്രൈസ്. പെനിട്രേറ്റിംഗ് പ്രൈസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്, അത് നോക്കി വയ്ക്കുക. ഓക്കെ, ഇത്രയുമാണ് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ വീഡിയോ യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.